ഒഴിക്കടാ അവന്റെ കണ്ടില്ലേ? അല്ല, 2 സ്വർണ്ണമാല അല്ലാതെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ആ പ്രതിമയ്ക്ക് അകത്ത് പുറത്ത് ഒന്നുമില്ലായിരുന്നു. എന്റെ തൊഴിലാണ് സത്യം. നമ്മളൊക്കെ ഒരേ വർഗക്കാരല്ലേ, ഒന്ന് വിശ്വസിക്കണേ. എന്നാ പിന്നെ മാല അവളുടെ അടുത്ത് ഉണ്ടാവും. അടപ്പ് തുറന്നത് ബാഗിനകത്ത് തന്നെ വീണ് കാണും. ഞാൻ അവളിട്ട് വഴക്കിടുകയും ചെയ്തു. മിസ്റ്റർ ഫെലിക്സ് വെക്കറ്റ് ചെയ്തല്ലോ. ആദ്യം പറഞ്ഞു വെയിറ്റ് ചെയ്യൂന്ന്, ഇപ്പൊ പറയുന്നു വെക്കറ്റ് ചെയ്തെന്ന്. ഇതെന്ത് ന്യായ? പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വരുമെന്നും കരുതി ഞങ്ങൾ അയാളെ തടഞ്ഞു വെച്ചോണ്ടിരിക്കണം. എങ്ങോട്ടാ പോയത്? പ്ലീസ്. ഞങ്ങളുടെ ബോസിന്റെ മകളുമായിട്ട് മിസ്റ്റർ ഫെലിക്സിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. മെഡിക്കലിൽ വെച്ചാ മനസ്സമ്മതവും കല്യാണമൊക്കെ. 3:30 ഫ്ലൈറ്റിന് അവരൊക്കെ പോയി. എനിക്കൊന്നും അറിഞ്ഞൂടെ. അവൻ ചോദിക്കണോ എനിക്ക് മനസ്സിലാവണില്ല, നിങ്ങൾ ചോദിക്കണോ എനിക്കൊന്നും മനസ്സിലാവില്ല. ദൈവമേ, ഏത് നേരത്താണോ എനിക്ക് ആ പെട്ടി ബാഗ് അടിച്ചു മാറ്റാൻ തോന്നിയത്? അവൻ എന്തിനാണോ നിന്നെ അടിച്ചത്? എന്റെ പൊന്നു സാറേ, ആ ബാഗിനകത്തൊരു പ്രതിമ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു മാല കിട്ടിയോന്ന് അവന്മാർ എന്നോട് ചോദിച്ചു. എനിക്ക് മാലയെ കിട്ടിയില്ല, അതിനെ കുറിച്ചൊന്നും അറിയാനും മേലാന്ന് പറഞ്ഞു. അതിന് അവന്മാർ എന്നെ എടുത്തിടിച്ചത്. എന്റെ അമ്മേ, ആ പെണ്ണെന്താ പല പ്രാന്താശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഓടി വന്നാണ്. എന്താ എന്ത് പറ്റി? ഇവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് ബോധം കെട്ട് വീണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയാം. എന്നിട്ട് എവിടെ? ഒരു വിധത്തിൽ പറഞ്ഞു വിട്ടു. എങ്ങോട്ട്? മെഡിഗിരിക്ക്. കോളേജിലോ? എന്റെ ഇടവും മൈസൂർ അടുത്തുള്ള മെഡിഗിരിക്ക്. എങ്ങനെ പോയത്? ഇവിടുന്ന് ഒരു കാർ കയറ്റി ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. 5:30 വണ്ടിക്ക് പൊക്കോളാൻ പറഞ്ഞു. ഈശ്വര, സമയം 5 മണി. മണി വാടാ, അവളിപ്പോ പോവും. എന്റെ കാലടാ നിക്കടാ. இப்போ ஃப்ரெண்டு கல்யாணம் தான் போறியா? மாலைடு. ഇതാര്? ടിക്കറ്റ് പ്ലീസ്. ടിക്കറ്റ് ഇല്ല. അതെന്താ? എൻ്റെ കയ്യിൽ കാശില്ല.
പിന്നെ എന്തിനകത്ത് വലിഞ്ഞെറിയത്? ഇയാളുടെ കുടുംബ പേര് ഇന്ത്യൻ റെയിൽവേ എന്നാണോ? ഭയങ്കര കോമഡി സാറേ, ഭയങ്കര കോമഡിയാണ്. ഇതുമാതിരി ഓരോന്ന് ദിവസം വലിഞ്ഞെറിയ സാറേ. എവിടേക്കാ കുട്ടി? മെഡിഗിരിക്ക്. മെഡിഗിരിയോ? ഇത് മെഡിഗിരിക്ക് പോകില്ല. ആരണഹല്ലി ഇറങ്ങി ബസ് പിടിച്ച് പോകണം. ടിക്കറ്റും ഫൈനും ചേർത്ത് 1450 രൂപ 50 പൈസ. കാശ് ഉണ്ടെങ്കിൽ ടിക്കറ്റ് തരാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇറക്കി വിടും. ഞാൻ ഇറങ്ങില്ല, എനിക്ക് പോയേ തീരൂ. ഇതുപോലുള്ള ആളുകളാ സാറേ തീവണ്ടിക്ക് കള്ളവണ്ടി എന്നുള്ള ചിത്തപ്പേരുണ്ടാക്കുന്നത്. കേൾക്കുന്നവരെന്താ വിചാരിക്കുക? സാറിനെ പോലുള്ള ആളുകൾ ഇതിനകത്ത് പണിയെടുക്കുന്നുണ്ടാണെന്നല്ലേ? പിന്നെ പോലീസ് വിളിക്കും സാറേ. അത് ഞാൻ ചെയ്തിരിക്കും. സാറിന്റെ ടിക്കറ്റ്? അയ്യോ, എന്റെ ടിക്കറ്റ് ഇല്ല. പിന്നെ താൻ എന്തിനാണ് ഇത്ര വലിയ വർത്തമാനം പറഞ്ഞത്? ടിക്കറ്റ് ഇല്ലെങ്കിൽ 6 മാസം തടവാ. ആര് തടവും? ഞാൻ തടവോ സാറ് തടവോ? നമ്മൾ തമ്മിലോടോ പോലീസ് തടവുന്നു. അയ്യോ അത് വേണ്ട, 2 ടിക്കറ്റ് എടുത്തോ. 2 ആൾക്കോ? ഒന്ന് എനിക്കും പിന്നെ ഒന്ന് തീപ്പെട്ടിക്കൊള്ളിക്കും. ഇളരാതെ ഇതെന്റെ വകയിലുള്ള കിന്നാര ചോക്കിന്റെ ടിക്കറ്റ് എടുത്തോ. എങ്ങോട്ടാ? അവര് പറഞ്ഞില്ല അത് തന്നെ. ആരണഹല്ലി? അത് തന്നെ എന്തൊട്ട് തുറച്ച് ചോദിക്കാൻ. ഒരാൾക്ക് ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് റോഡിലിറക്കി കൂടെ പോലീസ് വിളിക്കുന്ന പറഞ്ഞാൽ ശരിയല്ലട്ടോ സാറേ. എന്നാ കാശ്? ബാക്കി ഇന്ന് ആരെയാണാവോ കണിയേണ്ടത്? 1450 രൂപ 50 പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്താട്ടാ? ഇത്രയും വലിയൊരു തുക മുടക്കാൻ ഈ കുട്ടി എന്റെ ബന്ധുവാണോ, ഭാര്യയാണോ, എന്റെ പെങ്ങളാണോ, അമ്മയാണോ, അറ്റ്ലീസ്റ്റ് എന്റെ അയൽവക്കത്തുള്ള ചേച്ചിയാണോ? അതൊക്കെ പോട്ടെ, വഴിയരികിലിരിക്കുന്ന പിച്ചക്കാരിയാണോ? അല്ല, പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വെറും മനുഷ്യത്വം. അല്ല ഏട്ടാ, പെണ്ണായതുകൊണ്ടാണോ ഞാനിതൊക്കെ ചെയ്തതെന്ന് ചന്നനോട് ചോദിക്കേ. എന്നാൽ അല്ല, ആണായിരുന്നാലും ഞാനിത് തന്നെ ചെയ്യുള്ളൂ. എന്താ കാരണം? മനുഷ്യത്వం. అలా చేరనదు మేటతే ఏమండి నాకు అర్థమైందా చెప్పండి అరే మీరు తెలుగులో చెప్పండి ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ സംകൂതിരുന്ന ഒന്നുമില്ലേ ഓ അതിന് ഭാഷയില്ല നന്ദി പന്നിനാ ആരടി പന്നി നന്ദി താങ്ക്സ് എന്ന് പറഞ്ഞതാ ഓ ഇപ്പോഴാ മനസ്സിലായത് 1450 50 പൈസക്ക് കിട്ടണ കോപ്പാണ് നന്ദിന്ന് ഈ സായിപ്പന്മാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ സോറിയും താങ്ക്സ് ഒന്നും കേൾക്കേണ്ടി വരൂലായിരുന്നല്ലോ ഓ ഒന്നുമില്ലേ ആയിക്കോട്ടെ 1450 രൂപ 50 പൈസ ഒരു ശരാശരി മനുഷ്യൻ ഉണ്ടാക്കണമെങ്കിൽ എടോ കാശ് ഞാൻ അയച്ചു തരാം 1550 കിടന്ന് കുരക്കണ്ട തന്റെ അഡ്രസ് പറ നീ എന്റെ അമ്മമ്മയുടെ വീട്ടിലേക്ക് എനിക്ക് അഡ്രസ് ഇല്ല അതെനിക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി എവിടുന്ന് കയറി വന്നോ എനിക്കിത് എന്നെ കിട്ടണം 1450 രൂപ 50 പൈസ മുടക്കിയ എനിക്കിത് എന്നെ ഒന്നുമില്ല എന്റെ അമ്മോ അല്ല അറിയേണ്ട കാര്യം ഉണ്ടായിട്ട് ചോദിക്കല്ല കാശ് മുടക്കി തന്നെ അയക്കുന്നോണ്ട് ചോദിക്കുക എന്തിനാ മെഡിഗിരിക്ക് കുറ്റിയും പറിച്ച് പോണേ ആ പോലീസുകാരോട് എന്തൊക്കെ പറഞ്ഞിട്ടല്ല കണ്ണിക്കണ്ട പോലീസുകാരോട് ഓ എനിക്ക് വയ്യ കണ്ണിക്കണ്ട പോലീസുകാരോട് മുഴുവൻ എന്ത് വേണേലും പറയാം 1450 രൂപ 50 പൈസ മുടക്കിയ എന്നോട് പറയാൻ പാടില്ല നിർത്തോ കുറെ നേരം താൻ എന്നെ തൊഴുകണു ഞാൻ എന്താണോ ഹനുമാൻ സമയം എഴുതിട്ട് പോടോ അവന്റെ അമ്മൂമ്മയുടെ തൊഴുകല് ഞാനൊരു കല്യാണത്തിന് പോവാ ആരുടെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ അച്ഛന്റെ അത് അമ്മായിപ്പന്റെ ഞാൻ സ്നേഹിക്കുന്ന ആളുടെ കാമോന്റെ താൻ എന്നെ കളിയാക്കാണ് എന്റെ 1450 രൂപ 50 പൈസ കുട്ടി തരണ്ട ഞാൻ വല്ല അനാഥാലയത്തിലും കൊടുത്തു എന്ന് കരുതിക്കോളാം അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയെന്ന് ഞാൻ വിചാരിച്ചോളാം ആ കാശിന്റെ കാര്യം ഓർത്ത് ദേവി ഇത് കുട്ടി കരയരുത് ഞാൻ തന്നെ കളിയാക്കിയതല്ല ഞങ്ങൾ തമ്മിൽ വളരെ ഇഷ്ടത്തിലാ ഫെലിക്സ് നാട്ടിൽ പോവാന്ന് പറഞ്ഞു പോയതാ ഇപ്പൊ കല്യാണമാണെന്ന് കേട്ടു
സത്യം അറിയാനാ പോന്ന്. അമ്മേ, അയ്യോ. ഫെലിക്സ്, അമ്മൂമ്മയും കൊച്ചുമ്മനോട് ഉമ്മം വെച്ച് കളിക്കേ. ഭഗവാനെ, എനിക്കിങ്ങനെ ഒരു അമ്മൂമ്മ ഇല്ലാതായി പോയല്ലോ.